ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷനും ബാക്കിയുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു സപ്പോർട്ട് മൈ ചാനൽ. ഒരു 6:30 ആയപ്പോഴാണ് ജിമ്മിൽ പോയത്. ഓൾമോസ്റ്റ് ഒരു 1 hour വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ജിമ്മിൻ്റെ താഴെ തന്നെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 8 o'clock ആയി. ഞാൻ അടുത്ത ദിവസത്തേക്കുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ രാത്രി തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം ഞാൻ വർക്കിന് പോകുന്നതുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഇതെല്ലാം സെറ്റാക്കിയിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണ് ആദമിനെ സ്കൂളിൽ വിടുന്നത്. അപ്പോൾ ഒരു 7 o'clock ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ എല്ലാം കൂടി രാവിലെ ചെയ്ത് ശരിയാവാൻ എന്തുമായാലും ടൈം എടുക്കും. അപ്പോൾ ഞാൻ രാത്രി തന്നെ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് കിടക്കുന്നത്. കുറേ ദിവസമായിട്ട് സാമ്പാർ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ആകെയുള്ള കുറച്ച് വെജിറ്റബിൾസ് ക്യാരറ്റും അതുപോലെ തന്നെ കിഴങ്ങുമായിരുന്നു. പിന്നെ അപ്പം ഞാൻ ഇന്ന് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്ക് കുറച്ച് സാമ്പാറിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി, വെജിറ്റബിൾസൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി സാമ്പാർ ഉണ്ടാക്കാമെന്ന്. അതാകുമ്പോഴത്തേക്ക് നാളെ രാവിലെ ദോശയുടെ കൂടെ ആയി, പിന്നെ ലഞ്ചിനും ആയി. അപ്പം വേറെ കറിയൊന്നും ഉണ്ടാക്കിയേം വേണ്ട. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും ഈ സുപ്രയുടെ കാര്യം. ഞാൻ ആദ്യമാക്കി വെജിറ്റബിൾസും എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിങ്ങനെ വിരിക്കും. അതാകുമ്പോഴത്തേക്ക് ലാസ്റ്റ് അവിടെ ഫുള്ള് മെസ്സി ആവത്തില്ല. വലിയ ഡെക്കറേഷനും കാര്യങ്ങളും ഇല്ലാത്ത ഒരു സിമ്പിൾ സാമ്പാറാണ് കേട്ടോ എൻ്റേത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് വയ്യ. ഒന്നാമത് ഈ ജിമ്മൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ടയർഡാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഫുഡെല്ലാം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും കിടന്നാൽ മതി എന്നായിരിക്കും. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കൂട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് കിടക്കുന്നത്. എനിക്ക് ചെറിയുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഏതെങ്കിലുമൊക്കെ ഇതുപോലെ ചെറിയുള്ളി ഉള്ള ഏതെങ്കിലും റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി കൂടുതൽ അത് ആഡ് ചെയ്യും. അതാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വരുമല്ലോ. ആദ്യം ഈ പരിപ്പും പിന്നെ ഈ ചെറിയുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായി വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യും. പിന്നെ സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് താളിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. കുറേ പേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് കൂടുതൽ വേവ് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ആദ്യം ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ തക്കാളി അതുപോലെ തന്നെ മുരിങ്ങയ്ക്കൊക്കെ പിന്നെ വേവിക്കും. അതൊക്കെ ഭയങ്കര മെനക്കേടുള്ള പരിപാടി ആയതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാൻ പോകാറില്ല. ഞാൻ എല്ലാ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒരു 2-3 വിസിലടിക്കുമ്പോഴത്തേക്ക് എൻ്റെ സാമ്പാർ റെഡിയാവും. ഇപ്പം ഞാനാണെങ്കിൽ ഈ മുരിങ്ങയ്ക്കായ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. വെണ്ടയ്ക്കായ സാധനങ്ങളൊന്നും ഇല്ല. ഉള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഞാൻ ചെയ്യുന്നത്. പിന്നെ എനിക്ക് കിഴങ്ങ് ഈ സാമ്പാറിനകത്ത് ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാനത് ഇട്ടാലെടുത്ത് കളയും. പിന്നെ ഞാൻ വെറുതെ എന്തിനാ ഇട്ടിട്ട് എടുത്ത് കളയുന്നതെന്ന് വിചാരിച്ച് ഞാൻ കിഴങ്ങ് ഇടാറില്ല. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പരിപ്പ് ഏകദേശം വെന്ത് വന്നു. അതിൻ്റെ കൂടെ എങ്കിൽ ഞാൻ ഏതെങ്കിലും തോരനും കൂടെ ഞാൻ ഇതുപോലെ രാത്രിയിൽ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി വല്ലതും രാത്രിയിൽ ഉണ്ടാക്കി വെക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പയറാണ് കേട്ടോ ഇത് അച്ചിങ്ങ പയർ എന്ന് പറയുന്നത്. അത് ഭയങ്കര ഈസിയാണ്. പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് വലുതായിട്ട് കട്ട് ചെയ്യാനും ഈസിയാണ്. ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. സാമ്പാർ സൈഡിൽ റെഡി ആവുന്നതിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടി സെറ്റാക്കി എടുക്കാം. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പയറിന് ഈ അച്ചിങ്ങ പയറിന് തന്നെയാണോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. നമ്മുടെ നാട്ടിൽ ഞാൻ കൊല്ലത്തു നിന്നാണ്. അവിടെ പറയുന്നത് അച്ചിങ്ങ പയറെന്നാണ്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ജസ്റ്റ് ഓയിലിട്ട് അതിനകത്ത് കുറച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് എന്താ പറയുക ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ടിട്ട് പിന്നെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഈ പയർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ മിക്ക ദിവസവും ഇതാണ് ഉണ്ടാക്കുന്നത്. കാരണം അത്രയ്ക്ക് ഈസി ആയതുകൊണ്ട്. അപ്പോൾ
നമ്മുടെ പരിപ്പൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ ഇതിനകത്ത് പുളിയൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് വലിയൊരു തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഒരു 2 വിസിൽ മതിയായിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് വന്നായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന മസാലപ്പൊടികളാണ് കേട്ടോ ഇത്. ഗരം മസാലയും സാമ്പാർ പൊടിയും അതുപോലെ ചിക്കൻ മസാലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട് സ്റ്റൈല് സാമ്പാർ പൊടിയൊക്കെ അവിടത്തേക്ക് ഫേമസ് ആണല്ലോ, അവരുടെ മെയിൻ സംഭവമല്ലേ സാമ്പാറൊക്കെ. അപ്പോൾ സാമ്പാർ പൊടി ഞാൻ ഇവിടെ ഈ പ്രാവശ്യം ഞാൻ ഇത് ട്രൈ ചെയ്തു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു പ്രത്യേക തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് അതിനകത്തുനിന്ന് വരുന്നത്. വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുകും വലിയ ജീരകവും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് കുറച്ച് വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ സാമ്പാർ ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചെടുക്കും. സോ അതെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി, നമ്മുടെ പയറും റെഡിയായി. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാം. ഡിന്നർ ഞാൻ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും ചൂടാക്കി പിന്നെ കുറച്ച് ചിക്കൻ കറി ആയിട്ട് കഴിക്കുകയാണ്. ഞാൻ ഫുഡും കൊണ്ട് വന്നപ്പോഴത്തേക്ക് ആദ്യമത് പിടിച്ചില്ല. അപ്പോഴത്തേക്ക് അവനാണെങ്കിൽ ഇത് വേണ്ടാന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു. അങ്ങനെ ആദമിന് യൂഷ്വലി ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് നാടൻ ഫുഡുകളാണ് കേട്ടോ. ഒന്നെങ്കിൽ ചോറ്, ദോശ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു സാമ്പാർ ഓൾറെഡി ഉണ്ടാക്കിയല്ലോ, ഇനിയിപ്പം ദോശമാവും ഇരിപ്പുണ്ട്, അപ്പം കുറച്ച് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആദമിന് ദോശ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ആദമിന് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തലേദിവസം ഇതുപോലെ നട്ട്സൊക്കെ വെള്ളത്തിനകത്തിടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മിക്കപ്പോഴും രാവിലെ പോകുന്നതുകൊണ്ട് ഭയങ്കര മടിയാണ് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ. അപ്പം എന്തെങ്കിലും ഇതുപോലെ സ്മൂത്തിയോ എന്തെങ്കിലും കഴിച്ചിട്ട് പോവും.
എല്ലാ ദിവസവും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാത്രം കഴുകൽ പരിപാടി ഇക്കാടെയാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരൻ അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോഴത്തേക്ക് ഞാനെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് എളുപ്പം എങ്ങനെയെങ്കിലും കിടക്കാൻ നോക്കാം. അതിന് മുമ്പ് കുളിക്കണം, കുറച്ച് വേറെ പരിപാടീസൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ ഷെയ്താനക്കായ്ക്ക് ഇതുപോലെ ചോറ് കൊടുത്തു വിടാനുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. പിന്നെ ആ സമയത്ത് ചോറൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ രാത്രി തന്നെ ഇതുപോലെ ചോറ് വെച്ചിട്ട് റൈസ് കുക്കറിനകത്ത് എടുത്ത് വെക്കും. അതാകുമ്പോഴത്തേക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. പിന്നെ അടുത്ത ദിവസത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് എല്ലാ ദിവസവും ഒന്ന് നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ വെള്ളം ചൂടായി വന്നപ്പോഴത്തേക്ക് അതിനകത്ത് അരിയിട്ട് പിന്നെ എനിക്കൊന്ന് കുളിക്കണമായിരുന്നു, ഒന്ന് ഫ്രഷപ്പ് ആവണമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഞാൻ തല നനയ്ക്കാറില്ല കേട്ടോ. ഒരു 2 days കൂടിയിരിക്കുമ്പോഴാണ് ഞാൻ തല നനയ്ക്കാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഹെയർ കെയറും അതുപോലെ സ്കിൻ കെയറും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഗ്രോസറിയിൽ നിന്ന് കുറച്ച് പഴം വാങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ വെച്ച് പിന്നെ ബാക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ സുപ്ര വിരിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നതെന്ന്. ഇതാ കണ്ടില്ലേ, ഇതാകുമ്പോഴത്തേക്ക് ലാസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അതോടുകൂടി ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. റൈസ് എടുത്ത് കുക്കറിലും വെച്ചു. അപ്പോൾ ഇനി ഉറങ്ങാനുള്ള സമയമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സീ വിത്ത് അനദർ വീഡിയോ. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.